വയനാട് മാനന്തവാടി പടമലയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒരാളെ ചവിട്ടിക്കൊന്ന ആനയെ മയക്കുവെടി വയ്ക്കാൻ ഉത്തരവിറക്കി. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റേതാണ് ഉത്തരവ്. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി കാട്ടിലേക്ക് വിടാനാണ് ഉത്തരവിലുള്ളത്. ഉത്തരവിറങ്ങുന്നതിന് മുന്നോടിയായി വനം വകുപ്പ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മുത്തങ്ങയിൽ നിന്നും 2 കുങ്കി ആനകളെ പടമലയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പടമല സ്വദേശി അജീഷാണ് രാവിലെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. രാവിലെ വീടിന്റെ മതിൽ തകർത്തെത്തിയ കാട്ടാന ഭയന്നോടി അജീഷിനെ ചവിട്ടിക്കൊല്ലുകയായിരുന്നു. കർണാടക വനം വകുപ്പ് റേഡിയോ കോളർ ഘടിപ്പിച്ച് വിട്ട ആനയാണ് ആക്രമണം നടത്തിയത്. മാനന്തവാടി നഗരസഭയിലെ 4 താലൂക്കുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാട്ടുകാർ മൃതദേഹവുമായി സബ് കളക്ടർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തുകയാണ്. കാട്ടാന ജനവാസ മേഖലയ്ക്ക് അടുത്തെത്തിയിട്ടും നടപടിയെടുക്കാത്ത വനം വകുപ്പിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. 5 ലക്ഷം രൂപ ഉടൻ നഷ്ടപരിഹാരം നൽകാമെന്നും മരിച്ച അജിയുടെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നൽകാമെന്നുമുള്ള കളക്ടറുടെ നിർദ്ദേശം ചർച്ചയ്ക്കെത്തിയവർ തള്ളി. ആനയുടെ സാന്നിധ്യം 2 ദിവസം മുൻപ് തന്നെ വനം വകുപ്പ് സ്ഥിരീകരിച്ചിരുന്നുവെങ്കിലും നടപടികൾ എടുത്തിരുന്നില്ല. വനം വകുപ്പിന് കൃത്യമായി അറിവുണ്ടായിട്ടും ആനയെ ട്രാക്ക് ചെയ്യാനായി ഒന്നും ചെയ്തില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇന്ന് പുലർച്ചെ 4:30 മണിയോടെയാണ് താന്നിക്കൽ മേഖലയിൽ റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട്ടാനയെ കണ്ടത്. 6:30ഓടെ കുറുക്കൻമൂല ഭാഗത്തും 7 മണിയോടെ പടമളയിലുമെത്തി. ഇതിനിടെ അജീഷ് ആനയുടെ മുന്നിൽ പെട്ടുകയായിരുന്നു. എന്നാൽ ആന ജനവാസ മേഖലയിൽ കയറിയതിന് ഒരു മുന്നറിയിപ്പോ അനൗൺസ്മെന്റോ വനം വകുപ്പ് നൽകിയില്ലെന്നും നാട്ടുകാർ പറയുന്നു.